Evening, students. അപ്പോൾ ഇന്നത്തെ സോ annuity definition നോക്കിക്കേ. It is the annual periodic payment for repayment of the capital amount invested by a party. സോ ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ അത് ചിലപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിനായിരിക്കാം. അപ്പോൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു 10 crore rupees ചിലവാകും. 10 crore rupees. പക്ഷേ നമ്മുടെ കയ്യിൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ആകെപ്പാടെ 5 crore rupees നമ്മുടെ കയ്യിലുള്ളൂ. എന്ത് ചെയ്യണം? നമുക്കൊരു അഡീഷണൽ 5 crore rupees കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അഡീഷണൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും എക്സ്റ്റേണൽ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്ററെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കുകയാണെങ്കിലോ എന്ത് ചെയ്യണം? ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ റീപേ ചെയ്യണം. അതിനെയാണ് ആന്യൂറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ഇപ്പോൾ നമ്മൾ EMI എന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും, ഇക്വിറ്റി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ എന്താ ചെയ്യുന്നത്? ഓരോ മാസം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് തിരിച്ചടവുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ ആന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എമൗണ്ട്. ഇനി നമുക്ക് ആന്യൂറ്റി ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് ആന്യൂറ്റി സർട്ടൺ, നെക്സ്റ്റ് വൺ ആന്യൂറ്റി ഡ്യൂ, നെക്സ്റ്റ് വൺ ഡിഫേർഡ് ആന്യൂറ്റി, ലാസ്റ്റ് വൺ പെർപെച്വൽ ആന്യൂറ്റി. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ആന്യൂറ്റി സർട്ടൺ. If the amount of annuity is paid for a definite number of period or years. So annuity is paid for a definite number of period or years. It is known as annuity certain. So the amount of annuity is paid for a definite number, period or years is known as annuity certain. Ni annuity due. So ഇപ്പോൾ നമ്മൾ എന്താണ് റീപേയ്മെന്റ് ചെയ്യുന്നത് ഒരു വർഷത്തിന്റെ ആരംഭത്തിലാണ് റീപേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ annuity due എന്ന് പറയുന്നത്. The amount of annuity is paid at the beginning of each പീരീഡ് ഓഫ് ഇയർ. അതിനെയാണ് annuity ഡ്യൂ എന്ന് പറയുന്നത്. എന്താണ്? ഓരോ വർഷത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ റീപേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് annuity ഡ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡിഫേർഡ് annuity. സോ ഡിഫേർഡ് annuity എന്ന് വെച്ചാൽ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. അതിനെയാണ് ഡിഫേർഡ് annuity എന്ന് പറയുന്നത്. പേയ്മെന്റ് ഓഫ് annuity ബിഗിൻസ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ്. അതിനെയാണ് ഡിഫേർഡ് annuity എന്ന് പറയുന്നത്. Next one, perpetual annuity. So the payment of annuity continue for an indefinite period. അപ്പോൾ നമ്മൾ റീപേയ്മെന്റ് ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡ്സിലേക്കാണ് റീപേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പെർപെച്വൽ annuity എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര വർഷത്തേക്കല്ല, ഒരു നിശ്ചിത കാല. ഇപ്പൊ നമ്മൾ ഒരു ബാങ്കിൽ ലോൺ എടുത്താൽ എന്ത് ചെയ്യും? ഒരു 10 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്നാണൊക്കെ അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് പീരീഡ് പറയുന്നില്ല. അതിനെയാണ് പെർപെച്വൽ annuity എന്ന് പറയുന്നത്. പെർപെച്വൽ annuity. സോ നെക്സ്റ്റ് പറയുന്നതാണ് ക്യാപിറ്റൽ കോസ്റ്റ്. Capital cost is the total cost of construction including land or the original total amount required to possess a property. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോ എനിക്കൊരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിനകത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതിന് രണ്ടിനും കൂടി ചേർന്നിട്ടുള്ള പ്രസന്റ് വാല്യൂ ആണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ലാൻഡ് വാങ്ങാനും അത് കണക്ക് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനും കൂടി എത്ര രൂപ ചെലവായി, അതാണ് ക്യാപിറ്റൽ കോസ്റ്റ്. The total cost of construction including land or the original total amount required to possess a property is known as capital cost. Capital cost. The next one ആണ് capitalized value. Capitalized value. So capitalized value definition നോക്കിക്കേ. The amount of money, capitalized value is the amount of money whose annual interest
at the highest prevailing rate of interest. Annual interest at the highest prevailing rate of interest will be equal to net income from the property. So സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർട്ടിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണിക്ക് ആ ഒരു വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. സോ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ദ എമൗണ്ട് ഓഫ് മണി whose annual interest at the highest prevailing rate of interest will be equal to the net income from the property. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്ന എമൗണ്ട്, അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്ന എമൗണ്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മണി, എക്സ് എന്ന് പറഞ്ഞ മണി, അതിന് നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റിന് ഈക്വൽ ആയിരിക്കും നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. സോ ഞാൻ ഒന്നുകൂടെ ഇക്വേഷൻ എഴുതാം, അപ്പോൾ ഒന്ന് ക്ലിയർ ആവും. സോ എക്സ് എമൗണ്ട് ഓഫ് മണി, നമ്മൾ ഒരു എക്സ് എമൗണ്ട് ഓഫ് മണി നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് y% എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സ് എമൗണ്ട് ഓഫ് മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് y% എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ നെറ്റ് ഇൻകം ആയിരിക്കും. നെറ്റ് ഇൻകം. ഇനി എക്സ് എന്ന് പറഞ്ഞ ഈ എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എക്സ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. സോ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു y% നമുക്ക് എങ്ങനെ എഴുതാം, y ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇനി അപ്പോൾ അത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് വന്നു, 100 ഡിവൈഡഡ് ബൈ y എന്ന് വന്നു. ഇപ്പൊ ഈ 100 ഡിവൈഡഡ് ബൈ വൈക്ക് നമ്മൾ പറയുന്നതാണ് ഇയർ പർച്ചേസ്. 100 ഡിവൈഡ് ബൈ വൈക്ക് പറയുന്നതാണ് ഇയർ പർച്ചേസ് എന്നുള്ളത്. സോ അതാണ് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു ഇയർ പർച്ചേസ്. ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി. ക്യാപിറ്റലൈസ്ഡ് വാല്യൂന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി ഇൻറ്റു ഇയർ പർച്ചേസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇയർ പർച്ചേസിന്റെ ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. ഇയർ പർച്ചേസ്. സോ ഇയർ പർച്ചേസ് is defined as the capital sum required to be invested in order to receive a net annual income as annuity of ₹1. So നോക്കിക്കേ. സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ എമൗണ്ട് ഓഫ് മണി നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് y ഇൻട്രസ്റ്റ് റേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്ന എമൗണ്ട് ഓഫ് മണി എന്ന് വെച്ചാൽ നമ്മൾ ഒരു 100 രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, അതിന് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ₹1 ആണ്. അതിനെയാണ് നമ്മൾ ഇയർ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എമൗണ്ട് ഓഫ് മണി ഒരു y% ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x+1 ₹1 നമുക്ക് അതിനകത്ത് നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ആ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെയാണ് ഇയർ പർച്ചേസ് എന്ന് പറയുന്നത്. സോ ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇയർ പർച്ചേസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും, 1 ഡിവൈഡഡ് ബൈ i എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡെസിമൽസ്. ഇനി ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ പറഞ്ഞത് YP ഇസ് ഈക്വൽ ടു ഇയർ പർച്ചേസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ i. ഇനി നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി ഇയർ പർച്ചേസിൽ, ഇപ്പൊ സിങ്കിങ് ഫണ്ടും കൂടി കൺസിഡർ ചെയ്താണ് നമ്മൾ ഇയർ പർച്ചേസ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് YP ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ i പ്ലസ് s.
ഇതിനകത്ത് ഐ എന്ന് പറഞ്ഞത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ആണ് സ്മോൾ ഐ എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് so YP is equal to 1 divided by I plus S. I ആണ് rate of interest on sinking fund in decimal and small s sinking fund amount ആണ്. So അതല്ലെങ്കിൽ YP is equal to 1 divided by IP plus IC. IP എന്ന് വെച്ചാൽ rate of interest on capital in decimal, IC coefficient of sinking fund. Coefficient of sinking fund in equation ആണ് I divided by 1 plus I the whole power n minus 1. അപ്പോൾ ഈ ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് PSC എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്. അതേ കണക്കിന് IP എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, IC എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്. IP എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ ഡെസിമൽ, IC കോഎഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. ഇനി സിങ്കിങ് ഫണ്ട് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സിങ്കിങ് ഫണ്ട് എന്താണ്? ഇപ്പോൾ ഞാനൊരു 10 lakh rupeesന് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. ആ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത് 20 years ആണ് ബിൽഡിങ്ങിന്റെ ലൈഫ്. 10 lakh rupeesന് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, അതിന്റെ ലൈഫ് 20 years ആണ്. അപ്പോൾ 20 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കിയ 10 ലക്ഷം രൂപയും എൻ്റെ കയ്യിൽ ഉണ്ടാകണം. അതിനു വേണ്ടി ഞാൻ ഓരോ വർഷവും കുറച്ച് എമൗണ്ട് മാറ്റിവെക്കും. ആ ഓരോ വർഷവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. Annual amount which has to be set aside at fixed interval of time, അതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. Amount which has to be set aside at fixed interval of time out of gross income. So ഇനി ഇവിടെ നമ്മൾ സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. സിങ്കിങ് ഫണ്ട് I is equal to S into IC. ക്യാപിറ്റൽ I എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷവും എടുക്കുന്ന ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ക്യാപിറ്റൽ I എന്ന് പറയുന്നത് ഓരോ വർഷവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ IC എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ആനുവൽ സിങ്കിങ് ഫണ്ട്, S ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. ക്യാപിറ്റൽ S ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ആണ്. സോ ഇതാണ് ഇയർലി ഇൻവെസ്റ്റ്മെന്റ് ഇക്വേഷൻ. I is equal to S into I divided by 1 plus I the whole raised to n minus 1. So ഇതിനകത്ത് ക്യാപിറ്റൽ S എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. ക്യാപിറ്റൽ S ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ആണ്. I സ്മോൾ I എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻ ഡെസിമൽ. പിന്നെ ഡിനോമിനേറ്ററിൽ വരുന്ന സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു അക്യുമുലേറ്റ് ദ സിങ്കിങ് ഫണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് to accumulate the sinking fund ആണ് small n എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ 2010 ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ഞാൻ 2010 ഒരു വീട് വെച്ചു. അന്ന് ആ വീട് വെക്കാനായിട്ട് എനിക്ക് 15 lakh rupees ചിലവായി. 2021 ഞാൻ ഈ വീട് വിൽക്കുവാണെങ്കിൽ എനിക്ക് 15 lakh rupees കിട്ടത്തില്ല. ബിക്കോസ് എന്താണ്, ആ ബിൽഡിങ് അത് ഒരുപാട് ഡാമേജസ് ഉണ്ടാകും. ഇപ്പൊ അതിന്റെ പെയിന്റിങ് ഫെയ്ഡ് ആയി, അത് കണക്കിന് പ്ലാസ്റ്ററിങ്ങിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടാകാം, അത് കണക്കിന് വുഡ് വർക്കിനകത്ത് ചിലപ്പോൾ ഡാമേജസ് വന്നിട്ടുണ്ടാകും. അപ്പൊ അതെന്ത് ചെയ്യും, അതിന്റെ വാല്യൂ കുറഞ്ഞിരിക്കും. അപ്പൊ അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഡ്യൂ ടു ഇറ്റ്സ് യൂസ്, ലൈഫ്, വിയർ ആൻഡ് ടിയർ, ഡീകേ ആൻഡ് ഒബ്സലസൻസ്. ഇതിനകത്ത് ഈ ഒബ്സലസൻസ് എന്ന ടേം ഓർത്തിരിക്കണം, അത് ചോദിക്കാറുണ്ട് എക്സാംസിന്. ഒബ്സലസൻസ് എന്താണെന്ന്. സോ നമുക്ക് ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻസ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഡിപ്രീസിയേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ഡിപ്രീസിയേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ.
ഫിസിക്കൽ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഡാമേജസ് ഒക്കെയാണ് ഫിസിക്കൽ ഡിപ്രീസിയേഷൻ പറയുന്നത്. ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ഫ്രം ഓപ്പറേഷൻ ഓർ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ടൈം ആൻഡ് എലമെന്റ്സ്. നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ പറ്റും എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജസ് ഒക്കെ ആണെങ്കിൽ അതിനെയാണ് ഫിസിക്കൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ ആണ് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ എന്തിനു വേണ്ടിയിട്ടാണോ ആ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ആ ഒരു ഫങ്ഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് പർപ്പസിനാണോ ബിൽഡിംഗ് വേണ്ടത് ആ പർപ്പസിന് സ്യൂട്ടബിൾ ആകുന്നില്ല ആ ബിൽഡിംഗ്. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് നമുക്ക് 2 ബെഡ്റൂം ഉള്ള ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്തു, ഈ ബിൽഡിങ്ങിനകത്ത് 3 പേര് ഒരു 5 മെമ്പേഴ്സ് ഉണ്ട് ഈ ഫാമിലിയിൽ. അതിനകത്ത് 5 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയിൽ നമുക്ക് 2 ബെഡ്റൂം ഒരിക്കലും സ്യൂട്ടബിൾ ആകില്ല. അപ്പൊ എന്താണ്, നമ്മൾ എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണോ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് ആ ഫംഗ്ഷൻ അതിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണോ ആ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത് ആ ഫംഗ്ഷന് അത് സ്യൂട്ടബിൾ ആകുന്നില്ല. അതാണ് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. ഇനി നെക്സ്റ്റ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേം ആണ് ഒബ്സലസൻസ് എന്നുള്ളത്. സോ അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫങ്ഷണൽ ഡിപ്രീസിയേഷനകത്ത് വരുന്നതാണ് ഒബ്സലസൻസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് പർപ്പസിന് വേണ്ടി ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തോ ആ പർപ്പസ് ആ ബിൽഡിങ്ങിന് സ്യൂട്ടബിൾ ആകുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്, ഇപ്പോൾ 5 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയിൽ 2 ബെഡ്റൂം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഫംഗ്ഷൻ 5 പേരുടെയും ഒരു കംഫർട്ട് ആ ബിൽഡിംഗ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ അതിനെയാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ എന്തെങ്കിലും ഓൾഡ് ഫാഷൻഡ് ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഓൾഡ് ഫാഷൻഡ് ബിൽഡിങ്ങിന്റെ ഫാഷൻ ഡിസൈനിങ്ങിനകത്ത് വരുന്ന ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ അതിന്റെ വാല്യൂ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഒബ്സലസൻസിനകത്ത് വരുന്നത്. ഈ ഒബ്സലസൻസ് 2 രീതിയിൽ പറയാറുണ്ട്. ഒന്ന് ഇന്റേണൽ ഒബ്സലസൻസും നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ ഒബ്സലസൻസും. ഇന്റേണൽ ഒബ്സലസൻസ് വരുന്നതാണ് അതിന്റെ കൺസ്ട്രക്ഷനും ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്. ഇന്റേണൽ ഒബ്സലസൻസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി, ഡിമാൻഡ്. ഈ എക്സ്റ്റേണൽ ഒബ്സലസൻസ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഒബ്സലസൻസ് ഇപ്പോ ഇതാണ് നമ്മുടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന് അടുത്ത് നമുക്കൊരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പൊ ഈ ഫാക്ടറിയുടെ സൈറനും ഫാക്ടറിയുടെ പൊല്യൂഷനും ഒക്കെ ഈ ഒരു ഏരിയ കണ്ടാമിനേറ്റഡ് ആവും. അപ്പോൾ ഇവിടെ ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് സ്യൂട്ടബിൾ ആകാണ്ട് വരും. അതിനെയാണ് എക്സ്റ്റേണൽ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പൊല്യൂഷനും അതേ കണക്ക് നോയിസ് പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനും ഒക്കെ ആ ഒരു ബിൽഡിങ്ങിനെ റെസിഡൻഷ്യൽ പർപ്പസിൽ നിന്ന് മാറ്റി നിർത്തും. അതിനെയാണ് ഒബ്സലസൻസ്. അതാണ് എക്സ്റ്റേണൽ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സലസൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് ആ ഫംഗ്ഷന് അത് സ്യൂട്ടബിൾ ആകുന്നില്ല. അതാണ് ഒബ്സലസൻസ് എന്നുള്ളത്. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 4 മെത്തേഡ്സ് ഉണ്ട്. അത് ഫസ്റ്റ് മെത്തേഡ് ആണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ആണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. തേർഡ് വൺ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആൻഡ് ഫോർത്ത് വൺ quantity survey method. So first method straight line method. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ വർഷം കഴിയും തോറും, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു 20 lakh rupeesന് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ 20 lakh rupeesന് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ഓരോ വർഷം കഴിയും തോറും ഇതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു 10,000 rupees ആണ്. അപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 10,000 രൂപയാണ് ഡിപ്രീസിയേഷൻ വന്നത്. സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ വീണ്ടും 10,000 രൂപ കുറഞ്ഞു. അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് ഓരോ വർഷവും ഡിപ്രീസിയേറ്റഡ് എമൗണ്ട് ആയിട്ട് വരുന്നത്. അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണിയാണ് ഡിപ്രീസിയേഷൻ വരുന്നത്. ഓരോ വർഷവും അത്രയും എമൗണ്ട് ആണ് കുറഞ്ഞു വരുന്നത്. അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ലോസ് the property assumed to lose value by constant amount every year. Property assumed to lose value by a constant amount every year. അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനകത്ത് നമുക്ക് ആ കോൺസ്റ്റന്റ് എത്ര എമൗണ്ട് വെച്ചിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഉണ്ട്.
സോ അതാണ് ആനുവൽ ഡിപ്രീസിയേഷൻ. ഡി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എസ് സി ഡിവൈഡഡ് ബൈ എൻ, where C is the original cost, S suffix C എന്നുള്ളത് സ്ക്രാപ്പ് വാല്യൂ ആണ്, സ്മോൾ n ലൈഫ് ഇൻ ഇയേഴ്സ്, സ്മോൾ n ലൈഫ് ഇൻ ഇയേഴ്സ് ആണ് സ്മോൾ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കിയേ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ n ഇയേഴ്സ്. സോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് തന്നെ 20 lakh rupees ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ഈ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. ഈ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങിന് കിട്ടിയ സ്ക്രാപ്പ് വാല്യൂ നമുക്കൊരു 50,000 റുപ്പീസ് ആണ് ഇതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് വിചാരിക്കാം. അപ്പൊ ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് എന്ത് ചെയ്താൽ മതി? 20 lakh മൈനസ് 50,000 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടും. ഇനി ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ n ഇയേഴ്സ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ n ഇയേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്താണ്, ഇപ്പൊ നമുക്ക് കിട്ടിയ ഡിയുടെ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് 10 വർഷം കഴിയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻറ്റു 10 ചെയ്യണം. ഇനി ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ n ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ്, അല്ലെങ്കിൽ സി മൈനസ് ഡി ഇൻറ്റു എൻ. സോ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിന് അത് ചോദിക്കാറുണ്ട്. ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക ആനുവൽ ഡിപ്രീസിയേഷൻ ഡി ഇസ് ഈക്വൽ ടു സി minus SC divided by n, annual depreciation. ഇനി നെക്സ്റ്റ് വൺ ആണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. ഇവിടെ പറയുന്നത് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ വരുന്നത് ബൈ എ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ബുക്ക് വാല്യൂ. അപ്പൊ നേരത്തെ കേസിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിരുന്നു ഡിപ്രീസിയേറ്റ് ചെയ്തത്. ഇവിടെ എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നോക്കിയേ, വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ആഫ്റ്റർ n ഇയേഴ്സ് v is equal to c into 1 minus p the whole raised to n, where c original cost, p എന്ന് പറയുന്നത് percentage rate of annual depreciation, p percentage rate of annual depreciation. സോ ഇവിടെ നമുക്ക് ദാണ്ട് ഈ ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കുക. സ്ക്രാപ്പ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, സ്ക്രാപ്പ് വാല്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് പി ദ ഹോൾ പവർ n. സോ സി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ആണ്, പി എന്ന് പറയുന്നത് ആ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ. സോ ഇനി പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്, പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ. ആ ഇക്വേഷൻസ് എല്ലാം നോക്കി നമുക്ക് ചിലപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് എക്സാംസിന്. ഇനി സിങ്കിങ് ഫണ്ട് മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ് വെച്ച് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിങ്കിങ് ഫണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇവിടെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ പെർസെൻറ്റേജ്. അതിനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി പ്രൊവൈഡഡ് ഫോർ ₹1 in n ഇയേഴ്സ്, ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി പ്രൊവൈഡഡ്. ഇനി എക്സിന്റെ വാല്യൂ നോക്കി, എക്സ് ഈസ് ഈക്വൽ ടു I divided by 1 plus I the whole raised to n minus 1. X is equal to I divided by 1 plus I the whole raised to n minus 1. ഇനി I എന്ന് പറയുന്നത് rate of interest expressed in decimal at which sinking fund amount is to be invested, and n life in years. ഇനി wide equation നോക്കിയേ, wide equation വെച്ചാൽ I plus 1 plus I the whole power capital N minus 1 divided by I. ഞാൻ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇക്വേഷൻ സി ഇൻറ്റു എക്സ് വൈ പെർസെൻറ്റേജ്. അപ്പോൾ സിങ്കിങ് ഫണ്ടിന്റെ ബേസിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് വൈ എന്നുള്ളത്. സി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റും എക്സ് വൈ പെർസെൻറ്റേജും. അപ്പോൾ അതിനകത്ത് എക്സ് എന്ന് പറയുന്നത് ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി പ്രൊവൈഡഡ് ഫോർ ₹1 in n ഇയേഴ്സ്. Y എന്ന് പറയുന്നത് an amount of ₹1 per annum in n years. Different methods of valuation. Different methods of valuation at the first പറയുന്നതാണ് rental method of valuation. Second one direct comparison method of valuation. Next one valuation based on profit, valuation based on cost, development method of valuation,
ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. സോ റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഇവിടെ റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്ത് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതാണ്ടേ നെറ്റ് ഇൻകം ബൈ ദ വേ ഓഫ് റെന്റ് ഈസ് ഫൗണ്ട് ഔട്ട് ബൈ ഡിഡക്റ്റിംഗ് ഓൾ ഔട്ട് ഗോയിങ്സ് ഫ്രം ദ ഗ്രോസ് റെന്റ്. അപ്പൊ നമുക്ക് എന്താണ്, ഒരു മാസം 5,000 rupees ആണ് ഒരു ബിൽഡിങ്ങിൽ നിന്ന് റെന്റ് കിട്ടുന്നത്. അതിനകത്തുനിന്ന് എന്ത് ചെയ്യും, ആ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ കുറെ എമൗണ്ട് ചെലവാക്കും, ടാക്സ് മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ അതിന്റെ വാല്യൂ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെറ്റ് ഇൻകം ബൈ ദ വേ ഓഫ് റെന്റ് ഈസ് ഫൗണ്ട് ഔട്ട് ബൈ ഡിഡക്റ്റിംഗ് ഓൾ ഔട്ട് ഗോയിങ്സ് ഫ്രം ഗ്രോസ് റെന്റ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു net rent into year purchase. Value of a property is equal to net rent into year purchase. Net rent എന്ന് വെച്ചാൽ gross rent minus outgoing ആണ് net rent എന്ന് പറയുന്നത്. Value of a property is equal to net rent into year purchase. സോ ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമുക്ക് സെയിൽ ചെയ്യേണ്ടത്. ബി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി തൊട്ടടുത്ത് വെച്ചാൽ ഒരു 10-30 മീറ്റർ അടുത്ത് അല്ലെങ്കിൽ ഒരു 100 മീറ്ററിനുള്ളിൽ ബി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കുറച്ച് നാൾ മുന്നേ വിറ്റു. അപ്പോൾ ആ ബിക്ക് കിട്ടിയ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. അതാണ് ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. So next one ആണ് valuation based on profit. So valuation based on profit. So ഇവിടെ പ്രോഫിറ്റിന്റെ ബേസിലാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ പറയുന്നത്. So net profit is worked out after deducing all possible outgoings including interest and also remuneration of labor rented by owner. സോ ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ബേസിലാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ഇയർ പർച്ചേസ്. അതും കൂടെ ഓർത്തിരിക്കുക. ആ പ്രോഫിറ്റ് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഇയർ പർച്ചേസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ഇയർ പർച്ചേസ് ടു ഗെറ്റ് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. Next one ആണ് valuation based on cost. So valuation based on cost. So ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്ര എമൗണ്ട് ചെലവാകും, അതായിരിക്കും ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു പ്രോപ്പർട്ടി ഒരു എത്ര എമൗണ്ടിന് മേടിക്കുകയാണ്, അപ്പൊ അതിനെയാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് വാല്യുവേഷൻ based on cost എന്ന് പറയുന്നത്. Valuation based on cost. Next one ആണ് development method of valuation. Development method of valuation. So development method of valuation എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇവിടെ ഒരു അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജ് ആയിരിക്കും. അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചിലപ്പോൾ ഇതിന്റെ നടുക്ക് ഒരു വലിയ കുളമൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ അണ്ടുലേഷൻസ് ആയിരിക്കും, പല തട്ടുകളൊക്കെ ആയിട്ടായിരിക്കും ആ പ്രോപ്പർട്ടി നിൽക്കുന്നത്. അപ്പൊ ആ പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതാണ് നമ്മൾ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഒരു അണ്ടർ ഡെവലപ്ഡ് രീതിയിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയെ ഡെവലപ്പ് ചെയ്യും. അണ്ടർ ഡെവലപ്പ് എന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടിയിൽ ചിലപ്പോൾ അണ്ടുലേഷൻസ്, എന്താ ഒരു കറക്റ്റ് ലെവൽ സർഫസ് ആയിരിക്കില്ല, ഒരുപാട് തട്ടുകളൊക്കെ ആയിട്ടായിരിക്കും പ്രോപ്പർട്ടി നിൽക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുളവോ എന്തെങ്കിലും ഉണ്ടാകാം, അല്ലെങ്കിൽ വലിയ കുഴികളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ ലെവൽ ചെയ്ത് ഒരു കൺസ്ട്രക്ഷന് യോഗ്യമായ രീതിയിൽ ആ ഒരു പ്ലോട്ടിനെ കൊണ്ടുവരും. അതിനെയാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഈ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ 2 ടൈപ്പ് ഉണ്ട്. അത് ഫസ്റ്റ് ടൈപ്പ് ആണ് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്, സെക്കൻഡ് വൺ ആണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. അപ്പോൾ ഡെവലപ്മെന്റ്
of building estate and hypothetical building scheme. So development of building estate. So ഇവിടെ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് present value minus total outgoings. Valuation by development of building estate is equal to present value minus total outgoings. ഇനി ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ആ പ്രൊസീജിയർ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു വലിയ പ്ലോട്ടാണുള്ളത്. ആ പ്ലോട്ടിനകത്ത് നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. ഒരു ഇറഗുലർ പ്ലോട്ടാണുള്ളത്. അപ്പോൾ ആ പ്ലോട്ടിന്റെ ഫുൾ ഏരിയയും നമുക്ക് കൺസ്ട്രക്ഷന് യോഗ്യമായിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്താണ് കൺസ്ട്രക്ഷൻ യോഗ്യമായ ആ ഒരു പോയിന്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. നെറ്റ് ഏരിയ കൺസ്ട്രക്ഷൻ പർപ്പസ്. ഇപ്പോൾ വലിയൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ട് മുഴുവൻ നിറച്ച് നമുക്കൊരു ബിൽഡിംഗ് വെക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? ആ ബിൽഡിങ്ങിന് ചുറ്റും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാകണം. ബിക്കോസ് നമ്മുടെ ബിൽഡിംഗ് ഷെഡ്യൂൾ ഓഫ് ബിൽഡിംഗ് റേറ്റ് അനുസരിച്ച് ബിൽഡിങ്ങിന് ചുറ്റും നമുക്ക് എന്താണ് ഒരു ഓപ്പൺ സ്പേസ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ പോർഷനും ഒരു പ്ലോട്ടിന്റെ ഫുൾ ഏരിയയും നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ നമുക്ക് യൂസബിൾ സ്പേസ് ഉള്ള ഒരു പ്ലോട്ടിനകത്തുള്ള യൂസബിൾ സ്പേസ് ആണ് നമ്മൾ നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഞാൻ നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നെറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ മൈനസ് ഏരിയ ഓഫ് ലാൻഡ് റിക്വയർഡ് ഫോർ എസെൻഷ്യൽ അമ്യൂണിറ്റീസ് ലൈക്ക് റോഡ്, പാത്ത്, വാട്ടർ സപ്ലൈ എക്സെട്ര. അപ്പോൾ എന്താണ് നമുക്ക് യൂസബിൾ അല്ലാത്ത ഏരിയ എന്തായിരിക്കണം? 30% ഓഫ് ടോട്ടൽ ഏരിയ യൂസബിൾ ആയിരിക്കില്ല. ഒരു പ്ലോട്ടിനകത്ത് 30% ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ആയിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. വെച്ചാൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് അവൈലബിൾ ഫോർ സെയിൽ ബൈ പ്ലോട്ടിംഗ് ഇൻടു ആവറേജ് സെയിൽ പ്രൈസ്. അപ്പോൾ നെറ്റ് ഏരിയ ഇൻടു ആവറേജ് സെയിൽ പ്രൈസ് ആണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് ഏരിയ ഇൻടു ആവറേജ് സെയിൽ പ്രൈസ് ഗ്രോസ് ഇൻകം. ഈ തേർഡ് സ്റ്റെപ്പ്, അപ്പോൾ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമ്മൾ പ്രസന്റ് വാല്യൂ, പ്രോപ്പർട്ടിയുടെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഫ്രം ദ ഗ്രോസ് ഇൻകം ഫൈൻഡ് ഔട്ട് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു വലിയൊരു പ്ലോട്ട് ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് നമ്മൾ എന്താണ് ഒരു ഫുള്ളായിട്ട് എന്താ ചെയ്യാൻ പറ്റും? ഫുള്ളായിട്ട് ചിലപ്പോൾ അറ്റ് എ ടൈം നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്തിട്ട് വിൽക്കില്ല. ചിലപ്പോൾ ഇതിനെ നമ്മൾ പല പാർട്സ് ഒക്കെ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് വിൽക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം വിറ്റു, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ഇതിന്റെ സെക്കൻഡ് പോർഷൻ വിൽക്കുന്നത്, ചിലപ്പോൾ 2-3 വർഷത്തിന് ശേഷമായിരിക്കും ഈ തേർഡ് പോർഷൻ വിൽക്കുന്നത്. ഇത് ചിലപ്പോൾ വിറ്റിട്ടും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ, അപ്പോൾ ഓരോ പ്ലോട്ടിനും കിട്ടുന്ന പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോസ് ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം ഇൻടു പി. പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോസ് ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം ഇൻടു പി. അതിനകത്ത് പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ പറയുന്നത് ഐ ഡിവൈഡഡ് ബൈ 1 + i the whole power n. P is equal to 1 divided by 1 + i the whole power n. So next നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നതാണ് ഫ്രം ദ പ്രസന്റ് വാല്യൂ ഡിഡക്ട് ദ ഫോളോയിങ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഔട്ട് ഗോയിങ്സ് ഡിഡക്ട് ചെയ്യാം. അപ്പോൾ ഔട്ട് ഗോയിങ്സ് നമുക്ക് അതാണ്ട് ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഔട്ട് ഗോയിങ്സ്. കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ആ ഒരു പ്ലോട്ടിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതാണ് കൺസ്ട്രക്ടിങ് റോഡ്, ഫുട് പാത്ത്, സീവർ ലൈൻ, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി പേയ്മെന്റ് ഫോർ ഈസ്മെന്റ് റൈറ്റ്സ്. സോ ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വലിയൊരു പ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഈ പ്ലോട്ടിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എന്താണ് ചിലപ്പോൾ വഴിയൊന്നും ഉണ്ടാകണമെന്നില്ല. ആ കേസിൽ നമ്മൾ എന്താണ് തൊട്ടടുത്ത പ്ലോട്ടിലെ തൊട്ടടുത്ത സ്ഥലങ്ങളെ നമ്മുടെ പ്ലോട്ട് തൊട്ടടുത്തുള്ള പ്ലോട്ടിന്റെ ഓണേഴ്സിന്റെ നിന്നൊക്കെ നമ്മൾ എന്താണ് വഴിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഹെൽപ്പ് ഒക്കെ ചോദിക്കും. അതാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനൊക്കെ ഇറക്കി വെക്കാനൊക്കെ ആയിട്ട്
എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ അവർക്കൊരു ചെറിയൊരു റെന്റ് കൊടുക്കും. അതൊക്കെയാണ് നമ്മൾ ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലോട്ടിന് നിയർ ബൈ ഉള്ള പ്ലോട്ടിൽ കൂടെ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ ഇറക്കി വെക്കാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഈസ്മെന്റ് റൈറ്റ്സിൽ വരുന്നത്. ഈ തേർഡ് വൺ ആണ് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ്. ഈ ഒരു എമൗണ്ട് ഒന്ന് ഓർത്തിരിക്കുക. എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് 4 to 7.5% ഓഫ് ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് 4 to 7.5% ഓഫ് ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഇനി ഫോർത്ത് വൺ ആണ് സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ്. സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് 10% ഓഫ് പ്രസന്റ് വാല്യൂ. സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് 10% ഓഫ് പ്രസന്റ് വാല്യൂ. ഇനി ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് കൂടെ നോക്കാം. ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15 to 20% ഓഫ് പ്രസന്റ് വാല്യൂ. ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15 to 20% ഓഫ് പ്രസന്റ് വാല്യൂ. ഇനി നെക്സ്റ്റ് വൺ ആണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്. സെക്കൻഡ് വൺ ആണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. സോ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പ്ലോട്ട് ഉണ്ട്. ഈ ഒരു പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു പ്ലോട്ടിൽ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് ഈ ബിൽഡിങ് ഞാൻ റെന്റിന് കൊടുക്കുവാണ്. എന്നിട്ട് ആ റെന്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എത്രയാണ്, അതാണ് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്ലോട്ട് ഉണ്ട്. അതാണ്ട് ഈ ഒരു പ്ലോട്ട് ഉണ്ട്. ഈ പ്ലോട്ടിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്, ഞാൻ ഈ പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് ഈ ബിൽഡിംഗ് ഞാൻ റെന്റിന് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ്, അല്ലെങ്കിൽ റെന്റ് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതൊരു എക്സാക്ട് ഫിഗർ ഒന്നുമല്ല, ജസ്റ്റ് ഒരു അസംഷൻ, ഒരു എന്താണ്, നമുക്ക് കിട്ടുന്ന വാല്യൂ അത്രയും അപ്രോക്സിമേറ്റ് ശരിയാകണമെന്നൊന്നുമില്ല. സോ ഇറ്റ് ഈസ് ദ സിസ്റ്റം. In this system, value of a vacant plot of land is estimated by capitalizing the assumed rent. Capitalizing the assumed rent that can be obtained from a building if erected on the land after developing the same, and then deducting the cost of development and building. ഇനി നമുക്ക് ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്, എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ, പെർമിസിബിൾ കവേർഡ് ഏരിയ. പെർമിസിബിൾ കവേർഡ് ഏരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു വലിയ പ്ലോട്ട് ഉണ്ട്. ഈ പ്ലോട്ടിനകത്താണ് നമ്മൾ വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റെന്റ് വെച്ചാണ് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങിന് പുറത്തുള്ള പോർഷൻ, അതായത് ലാൻഡിന് താണ്ട് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇൻകം ഒന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് പെർമിസിബിൾ കവേർഡ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ബിൽഡിംഗ് കെട്ടാൻ പറ്റുന്ന ഏരിയ എത്രയാണ്, പെർമിസിബിൾ കവേർഡ് ഏരിയ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ടോട്ടൽ ഏരിയ മൈനസ് 1/3 ഓഫ് ലാൻഡ്. അപ്പോൾ 1/3 ഓഫ് ലാൻഡ് എന്തായിരിക്കും, നമുക്ക് എന്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ സ്പേസ് ആയിട്ടോ അതേ കണക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്പേസ് ആയിരിക്കും. അപ്പോൾ പെർമിസിബിൾ കവേർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ മൈനസ് 1/3 ഓഫ് ലാൻഡ്. പെർമിസിബിൾ കവേർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ മൈനസ് 1/3 ഓഫ് ലാൻഡ്. ഇനി നെക്സ്റ്റ് ആണ് റെന്റബിൾ ഏരിയ. അപ്പോൾ റെന്റബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കവേർഡ് ഏരിയ മൈനസ് 20% ഓഫ് ഏരിയ ഫോർ വാൾ വേസ്റ്റേജ് എക്സെട്ര. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, ആ ബിൽഡിംഗിനകത്തുള്ള ഫുൾ പോർഷനിലും നമുക്ക് റെന്റ് കിട്ടില്ല.
എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിനകത്ത് ബിൽഡിങ്ങിനുള്ളിൽ നമുക്ക് ടോയ്ലറ്റ് പോർഷൻ ഉണ്ടാവും. ഇപ്പോൾ മൾട്ടി സ്റ്റോറീഡ് കോംപ്ലക്സ് ആണെങ്കിൽ ആ മൾട്ടി സ്റ്റോറീഡ് കോംപ്ലക്സിൽ സ്റ്റെയർ കേസിന്റെ പോർഷൻ ഉണ്ടാവും. അത് കണക്കിന് എക്സ്കലേറ്റർ ആണെങ്കിൽ എക്സ്കലേറ്ററിന്റെ പോർഷൻ ഉണ്ടാവും, റാമ്പ് ഉണ്ടാവും. ആ ഒരു ബിൽഡിങ്ങിനകത്ത് ആ പോർഷനിൽ നിന്നും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യില്ല. അപ്പോ അത് എത്ര വരും? 20% ആണ് വരുന്നത്. കവേർഡ് ഏരിയ എന്ന് വെച്ചാൽ റെന്റബിൾ ഏരിയ എന്ന് പറയുന്നത് കവേർഡ് ഏരിയയിൽ നിന്ന് 20% ഡിഡക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് പറയുന്നത് കാൽക്കുലേറ്റ് ദ നെറ്റ് റെന്റ് പെർ മന്ത്. അപ്പൊ നെറ്റ് റെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ടോട്ടൽ റെന്റിൽ നിന്ന് ഔട്ട് ഗോയിങ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് നെറ്റ് റെന്റ് എന്ന് പറയുന്നത്. സോ കാൽക്കുലേറ്റ് ദ നെറ്റ് റെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ one second. സോ അടുത്ത് ചെയ്യുന്ന നോക്കിക്കേ. സോ നമ്മൾ നെറ്റ് റെന്റിനെ ഇയർ പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ക്യാപിറ്റലൈസ് നെറ്റ് റെന്റ് ബൈ മൾട്ടിപ്ലൈങ് ദ ഇയർ പർച്ചേസ് ഡിഫേർഡ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ പീരിയഡ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കിക്കേ. Consider the current plinth area rate and find out the cost of building from the total covered area. So consider the current plinth area rate and find out the cost of the building from the total covered area. Next പറയുന്ന work out the development cost of land. ഇപ്പോൾ ലാൻഡിന്റെ കോസ്റ്റ്, ലാൻഡ് അൺഡുലേറ്റഡ് ലാൻഡ് ആണെങ്കിൽ ലാൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. So next find the total cost of building and development cost of land. So next deduct the total cost of building and development from the deferred rental value of the building to find the cost of land. Next disadvantage. Disadvantage ഞാൻ നേരത്തെ പറഞ്ഞതാണ്. It is not suitable method for valuation of land because the cost of land depends on magnitude of development of land. നമ്മളൊരു ബിൽഡിങ്ങിനകത്തുനിന്ന് കിട്ടുന്ന റെന്റ് വെച്ചിട്ട് നമുക്ക് അതിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്താലും അത് ആക്യുറേറ്റ് ആയിരിക്കില്ല. നെക്സ്റ്റ് ആണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓർ ഇനിഷ്യൽ കോസ്റ്റ് ബേസ്ഡ് വാല്യുവേഷൻ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ പ്ലോട്ടിന്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ടും അതേ കണക്ക് തന്നെ ബിൽഡിങ്ങിന്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ടും എടുക്കുവാണ്. ഇപ്പൊ പ്ലോട്ട് അതാണ്ടേ, നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിനുള്ളിൽ ഒരു ബിൽഡിംഗ് നിപ്പുണ്ട്, പ്ലോട്ടും ഉണ്ട് ബിൽഡിങ്ങും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും സെപ്പറേറ്റ്. പ്ലോട്ടിന് ഒരിക്കലും വാല്യൂ കുറയില്ല. പക്ഷേ നമുക്കിവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത അതേ വാല്യൂ തന്നെ നമുക്ക് കിട്ടില്ല. എന്ത് ചെയ്യും? ബിൽഡിങ്ങിന്റെ വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്തിട്ടാണ് വാല്യൂ പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡിന്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, ബിൽഡിങ്ങിന്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തെടുക്കും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന വാല്യുവേഷൻ. നെക്സ്റ്റ് നമ്മൾ ലാൻഡിന്റെ വാല്യുവേഷന്റെ കുറച്ച് രീതികളാണ്, കുറച്ച് മെത്തേഡ്സ് ആണ് ലാൻഡിന്റെ വാല്യുവേഷൻ. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ പ്ലോട്ട് എ, ഇവിടാണ് വേറൊരു പ്ലോട്ട് ബി ഉണ്ടായിരുന്നു. ഈ പ്ലോട്ടിന്റെ 2 ആഴ്ച മുമ്പ് ഈ പ്ലോട്ട് വിറ്റു. അപ്പോൾ ആ വിറ്റപ്പോൾ അതിന്റെ മാർക്കറ്റ് ഇപ്പോൾ 1 സെന്റിന് 1 ലക്ഷം രൂപ വെച്ചാണ് പ്ലോട്ട് ബി വിറ്റത്. അപ്പോൾ അതിനടുത്തുള്ള പ്ലോട്ട് എ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ പ്ലോട്ട് എയും 1 ലക്ഷം രൂപ പെർ സെന്റിന് വിൽക്കാനായിട്ട് സാധിക്കും. അതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. നിയർ ബൈ പ്ലോട്ടിന്റെ വാല്യൂ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. സോ നെക്സ്റ്റ് ആണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലോട്ട് ഇതൊരു വലിയ പ്ലോട്ടാണ്, ഒരു വലിയ പ്ലോട്ടാണ്.
ആ വലിയ പ്ലോട്ടിനെ നമ്മൾ ചെറിയ പീസ് ഓഫ് ലാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. അതിനാണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ പോർഷനിലും ഒരേ വാല്യൂ കിട്ടില്ല. നമുക്കൊരു റെഗുലർ ജോമെട്രി, ഇപ്പോൾ ഇതൊരു റെഗുലർ റെക്ടാംഗിൾ പോർഷൻ വന്നു, അങ്ങനെ റെഗുലർ ജോമെട്രി വരുന്ന പ്ലോട്ടിനൊക്കെ എന്തായിരിക്കും കുറച്ചും കൂടി നല്ല വാല്യൂ, എന്താ റേറ്റ് കൂടുതലായിട്ടായിരിക്കും കിട്ടുന്നത്. അതാണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. നമ്മളൊരു വലിയ പ്രോപ്പർട്ടിയെ എന്താണ് കുറെ ചെറിയ ചെറിയ ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആണ് അതിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. Third one, abstractive method of valuation. So abstractive method of valuation ആകത്ത് നമുക്ക് നിയർ ബൈ പ്ലോട്ടിന്റെ ഏരിയ ഒന്നും നമുക്ക് അറിയില്ല. എന്താണ് ഒരു റെഫറൻസസ് ഒന്നും ഇല്ലാതെ നമ്മളൊരു പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് abstractive method of valuation. The method becomes useful when no information is available regarding land transaction in the nearby area, or in other words, the value of land where sales are not occurred accordingly can be worked out by application of this method. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇപ്പോൾ നമുക്ക് നിയർ ബൈ ഏരിയ, the method of valuing a land if no data for nearby, no data of valuation of nearby land is available. സോ അതാണ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും അതിനകത്ത് നിന്ന് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എങ്ങനെ ചോദിക്കാം എന്ന് നോക്കി പഠിക്കണം. അപ്പോൾ നമുക്ക് നിയർ ബൈ ലാൻഡിന്റെ വാല്യൂ ഒന്നും അറിയത്തില്ല എങ്കിൽ അവിടെ നമുക്ക് പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റെന്റ്, നെക്സ്റ്റ് ടോപ്പിക് ആണ് റെന്റ്. വാല്യുവേഷന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് റെന്റ് എന്ന് പറയുന്നത്. സോ റെന്റ് എന്താണെന്നറിയാം. എന്താണ്, നമ്മൾ വേറൊരാളുടെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓണർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട്, ഒരു പേയ്മെന്റ് ആണ് റെന്റ് എന്ന് പറയുന്നത്. ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. റെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിമാൻഡ്. അപ്പൊ നമ്മൾ വാല്യുവേഷൻ പറയുമ്പോൾ നമ്മൾ എല്ലാ മാസവും ആണ് റെന്റ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ ഇയർലി റെന്റ് ആയിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം ഇയർലി റെന്റ് ആണ്, ഇയർലി ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈവൻ ദോ വി ആർ പേയിങ് മന്ത്ലി റെന്റ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഡിഫറെന്റ് ഫോംസ് ഓഫ് റെന്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത് ഫസ്റ്റ് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് റെന്റ്. അപ്പൊ സ്റ്റാൻഡേർഡ് റെന്റ് നോക്കിക്കേ, it is the legal permissible rent that can be charged to a tenant. Legal permissible rent. അപ്പൊ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് എന്താണ് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ 6 to 10% നമുക്ക് റെന്റ് ആയിട്ട് മേടിക്കാം. അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്താൽ ആ പ്രോപ്പർട്ടിയുടെ 6 to 10% നമുക്ക് റെന്റ് ആയിട്ട് മേടിക്കാം. അപ്പൊ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഗ്രൗണ്ട് റെന്റ്. So ground rent. So it is a form of rent that is paid by a person for the use of a plot of vacant land belonging to other. ഇപ്പൊ നമ്മളൊരു എന്താണ് ഒരു പ്ലോട്ട് ആണ് റെന്റിന് കൊടുക്കുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ഗ്രൗണ്ട് റെന്റ് എന്നുള്ളത്. ബിൽഡിംഗ് അല്ല, ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് ആണ് നമ്മൾ റെന്റിന് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ഗ്രൗണ്ട് റെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫെയർ റെന്റ്. സോ ഫെയർ റെന്റ് എന്ന് പറഞ്ഞാൽ ദ റെന്റ് പേയബിൾ ബൈ എ ടെനന്റ് അണ്ടർ എക്സിസ്റ്റിംഗ് റൂൾസ് ഓഫ് ദ റെന്റ് കൺട്രോൾ ആക്ട്. അപ്പോൾ റെന്റ് കൺട്രോൾ ആക്ട് അനുസരിച്ചിട്ട് ഉള്ള റെന്റ് ആണ് ഓണർ മേടിക്കുന്നതെങ്കിൽ അതാണ് ഫെയർ റെന്റ്. ദ റെന്റ് പേയബിൾ ബൈ എ ടെനന്റ് അണ്ടർ എക്സിസ്റ്റിംഗ് റൂൾ ഓഫ് ദ റെന്റ് കൺട്രോൾ ആക്ട്. അപ്പോൾ റെന്റ് കൺട്രോൾ ആക്ട് അനുസരിച്ചിട്ടുള്ള റെന്റ് ആണ് ഓണർ മേടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ടെനന്റ് പേ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഫെയർ റെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നോമിനൽ റെന്റ്. സോ നോമിനൽ റെന്റ് എന്ന് വെച്ചാൽ എന്താണ്, വളരെ ചെറിയൊരു എമൗണ്ട് ആണ് റെന്റ് ആയിട്ട് മേടിക്കുന്നത് എങ്കിലാണ് അതിനെയാണ് നോമിനൽ റെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കുള്ള റെന്റ് വാല്യൂ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക്
പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ 6 to 10% നമുക്ക് റെന്റ് ആയിട്ടൊക്കെ മേടിക്കാം. അതിൽ നിന്നും വളരെ കുറഞ്ഞൊരു വാല്യൂ ആണ് നമ്മൾ റെന്റ് ആയിട്ട് മേടിക്കുന്നതെങ്കിൽ അതിനെയാണ് നോമിനൽ റെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റാക്ക് റെന്റ്. So where the rent reserved under an occupation lease represent full rental value land and the building or full annual value of a property is known as rack rent. ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ വാല്യൂ നമ്മൾ റെന്റ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ അതാണ് റാക്ക് റെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഹെഡ് റെന്റ്. So head rent എന്ന് പറഞ്ഞാൽ where the rent reserved under lease is less than the prevailing rent for similar property. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ റെന്റ് തൊട്ടടുത്ത പ്രോപ്പർട്ടി റെന്റിനേക്കാളും കുറവാണെങ്കിൽ അതിനെയാണ് ഹെഡ് റെന്റ് എന്ന് പറയുന്നത്. കോൺട്രാക്ച്വൽ റെന്റ്, the rent agreed by bargaining by a landlord and a tenant. അപ്പോൾ the rent agreed by bargaining by a landlord and a tenant, contractual rent. The next one ആണ് improved rent. So when the original leaseholder sublets the property under lease to a higher rent than the original rate rent of the lease is known as an improved rent. അത്രേ ഉള്ളൂ. ഇപ്പോ ഇതാണ്ടേ, ഇതെന്റെ പ്രോപ്പർട്ടി ആണ്. ഇത് ഞാൻ എ എന്ന് പറഞ്ഞ ഒരാൾക്ക് ലീസിന് കൊടുത്തു. ഈ എ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു? ഇത് വീണ്ടും ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് ലീസിന് കൊടുത്തു. എ എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ ലീസിന് കൊടുത്തത് 10,000 rupees പെർ മന്തിനാണ് ലീസിന് കൊടുത്തത്. എ ബിക്ക് എത്ര രൂപയ്ക്ക് കൊടുത്തു? എ ബിക്ക് ഒരു 15,000 rupeesന് ലീസിന് കൊടുത്തു. സോ അങ്ങനെ കൊടുക്കുന്നതിനെയാണ് ഇംപ്രൂവ്ഡ് റെന്റ് എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് റെന്റ്. നെക്സ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് റെന്റ്. പ്രോഫിറ്റ് റെന്റ്. The difference between improved rent and head rent is known as profit rent. The difference between improved rent and head rent is known as profit rent. The next one ആണ് ritual or sitting rent. So ഇതെന്ന് പറയുന്നത് it is the rent paid plus the annual equivalent of any capital sum he may have expended on the premises from time to time. ഇപ്പോ ഇത് ഞാനൊരു പ്രോപ്പർട്ടി ആണ് റെന്റിന് കൊടുക്കുന്നത്. ഈ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തു കഴിയുമ്പോൾ ഈ റെന്റിന് എടുത്ത ആള് ഇവിടെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൃഷിയൊക്കെ നടത്തി എന്ത് ചെയ്യാണ്, പുള്ളി കൃഷിയൊക്കെ നടത്തി ആണ് ഉപജീവനം നടത്തുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ റിച്വൽ ഓർ സിറ്റിംഗ് റെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റെന്റിന് എടുക്കുന്ന ആൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അതാണ് റിച്വൽ ഓർ സിറ്റിംഗ് റെന്റ്. ഇനി ലാസ്റ്റ് വൺ ആണ് ലീസ് റെന്റ്. അപ്പോൾ ലീസ് റെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചില പ്രോപ്പർട്ടി എന്താണ് കൊടുക്കുന്നത്? ലീസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ലീസിന് കൊടുക്കുമ്പോൾ എന്താണ്, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി അതിന്റെ ഓണർക്ക് ലീസ് ഡോക്യുമെന്റ് എന്താണ്, ഇപ്പോൾ ഞാനൊരു പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുവാണ്. ലീസിന് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി എല്ലാ മാസവും ലീസിന് എടുക്കുന്ന ആള് എന്ത് ചെയ്യണം? ഓണർക്ക് കൊടുക്കണം. അതാണ് ഈ പറയുന്ന ലീസ് റെന്റ് എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ ആണ് ഗ്രോസ് റെന്റ്. So next one, fixation of rent. The rent of a building is fixed on the basis of certain percentage of annual interest on capital cost and all possible expenditure on outgoing. So it is reserved method of rental method of valuation. So gross rent is equal to net rent plus outgoings. So നമ്മള് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ 6 to 10% ആണ് റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോദിക്കാം. ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ 6 to 10% ആണ് റെന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ടേബിൾ കോളം ഓർത്തിരിക്കുക. നമ്മൾ ഡിപ്രീസിയേഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഏജ് അനുസരിച്ച് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ വരുന്നതെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഏജ് 0 to 5 years ആണെങ്കിൽ ഡിപ്രീസിയേഷൻ 0 ആയിരിക്കും, ഡിപ്രീസിയേഷൻ ഒന്നുമില്ല. ഇനി 5 to 10 years ആണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്താണ്? 0.5% പെർ ഇയർ ആണ്. അതിന്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷന്റെ 0.5% പെർ ഇയർ ആണ് ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നത്. ടോട്ടൽ 2.5% ഡിപ്രീസിയേഷൻ. ഈ 10 to 20 years ആണെങ്കിൽ ഓരോ വർഷവും ഡിപ്രീസിയേറ്റഡ് ആവുന്നത് 0.75% പെർ ഇയർ ആണ്. 20 to 40% ആണെങ്കിൽ 1% പെർ ഇയർ ആണ്. 40 to 80 years ആണെങ്കിൽ 1.5% പെർ ഇയർ ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാല്യുവേഷനകത്ത് ഉള്ളത്. അപ്പോൾ
എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ അത് മതി സർ, വേറെ ആരും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.